സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായി തുടരുന്നു. 1000-ഓളം പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം. പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ അനുകൂലികളും സൈന്യവും ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. മെഡിറ്ററേനിയൻ തീരമേഖലയിലാണ് ആക്രമണം വ്യാപകമാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി സിറിയയിൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ അനുയായികളും സൈന്യവുമായുള്ള ഏറ്റുമുട്ടലാണ് തുടരുന്നത്. ലിറ്റാക്കയിലും ടാർട്ടസിലുമാണ് രൂക്ഷമായ ആക്രമണങ്ങൾ നടന്നത്. മെഡിറ്ററേനിയൻ തീരപ്രദേശമായ ഇവിടങ്ങളിൽ ബഷാർ അൽ അസദിനെ പിന്തുണയ്ക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. നാളിതുവരെ 1000-ലേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. 745-ഓളം പേർ ഇക്കൂട്ടത്തിൽ സാധാരണക്കാരാണ്. ബഷാർ അൽ അസദിനെ അനുകൂലിക്കുന്ന അലാവൈറ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ആക്രമണം നടത്തുന്നത്. ആയുധങ്ങൾ താഴെവെക്കാൻ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് ഷാറ ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണ പൗരന്മാരെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും അതീവ ഗൗരവമായി കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. സിറിയയിലെ ജനസംഖ്യയുടെ 10% അൽവൈത്ത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ആക്രമണത്തെ തുടർന്ന് നിരവധി പേർ പലായനം ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.